എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ പഴയ ഷെഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ പഴയ ഷെഡ്. അപ്പോൾ നമ്മൾ കുറേ ഇതൊക്കെ ഇതിലങ്ങനെ ഓടുന്ന ബസ്സാണ് ഗൈസ്. നൈറ്റ് സർവീസ് ബസ്സാണ്. അപ്പോൾ പോകേണ്ട കാരണം കൊണ്ട് ഇവിടെ നിർത്താനുള്ള പെർമിഷൻ കൊടുത്താണ് കേട്ടോ ഗൈസ്. നമ്മൾ അതുകൊണ്ട് തന്നെ അവരെ 2 വണ്ടി വരെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും രണ്ടും ഒരേ വർക്കാണല്ലോ ഗൈസ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്പർ പ്ലേറ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഗൈസ്. ഇത് 8258 അത് 63 തുടങ്ങുന്നത് ഗൈസ്. അതെ, 6184. അപ്പം ടീമിന് ഈ ഒരു ടീം ഒരേ വർക്ക് കൊണ്ടെടുക്കാൻ പ്ലാൻ ചെയ്ത വണ്ടിയാണ് തോന്നുന്നുണ്ട് ഗൈസ്. രണ്ടിൻ്റെ ചെയ്ത വർക്ക് ഒന്നാണ്. പിന്നെ നമ്മൾ അർബാനിയുടെ കിടക്കണ്ടേ ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ പെർമിഷൻ കൊടുത്താണ് ഇവിടെ നിർത്താനല്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത് നമ്മളെ BS4-ൻ്റെ ഡോണില്ല ഗൈസ്, അത് ഞാൻ നൈസായിട്ട് സെയിൽ ചെയ്ത്. അപ്പോൾ സെയിൽ ചെയ്ത് ഇന്ന് ഒരു കിടില മുതലിനെടുക്കാൻ പോകണേ. അപ്പോൾ ഈ സംഭവം ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ഏതായാലും അർബാനി കയറിയിട്ടുണ്ട്. അപ്പോൾ ഡോർസൊക്കെ ഒന്ന് അടിച്ചേക്കാം. അപ്പോൾ ഏതായാലും ഡോർസൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ട്. ഞാൻ എല്ലാ ടീംസിനും കയറ്റിയും എല്ലാം നമ്മൾ ഇവിടുന്ന് വീട്ടുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരോടും കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ ആ ബസ്സും ഒരേ ഡിസൈനാന്ന് കണ്ടപ്പോൾ ഒന്ന് നോക്കാൻ പോയാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ പോകും. ഫോക്സിൻ്റെ പുതിയ അർബാനിയ ആണ്. ട്രാവലറിന് പകരം ഇറക്കിയാണ് ഗൈസ്. ഇവിടെ ഫുൾ ഏത് നേരം വന്നാലും ബ്ലോക്ക് തന്നെയാണ് ഗൈസ്. അതിലൊരു അന്ത്യം ഉണ്ടാവും നിൽക്കൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ പോകേണ്ടി എടുത്ത് പോവാം. എത്തിയിട്ടുണ്ട്. വണ്ടി ഒന്ന് ചെക്കിങ്ങിന് നിർത്തിയാണ് ഗൈസ്. അപ്പോൾ ഒരു കുഴപ്പമില്ല, ഫുൾ ഓക്കെയാണ് എന്നാണ് കണ്ടത്. ഇതിൻ്റെ അലോവിയിൽ നോക്കി ഗൈസ്, പ്രീമിയം അലോവിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഗൈസ്. കിടിലല്ലേ? ഫുൾ സെറ്റപ്പ് എല്ലാം ഉണ്ട്. JBLൻ്റെ സ്പീക്കറാണ് കേട്ടോ ഗൈസ്. കണ്ടോ JBL കേട്ടോ. പിന്നെ നമ്മളെ കണ്ടൻറ്റ് ഞാൻ പറയാം. നമ്മൾ ജസ്റ്റ് ഫോട്ടോ ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മളെ പണ്ടത്തെ ക്യാപ്റ്റൻ്റെ ഫോട്ടോസൊക്കെ കൈ നടുക്കുണ്ട്. പിന്നെ എനിക്ക് നെഞ്ചിടിപ്പട് കൂടി ഗൈസ്. അവൻ തിരിച്ച് വിളിച്ച് ഗൈസ്. അപ്പോൾ പിന്നെ നമുക്ക് പോയി എടുക്കാവുന്ന കാര്യമില്ലല്ലോ. എവിടെയാണെന്ന് സംഭവം പാര കയ്യിലാന്ന് ചെക്ക് ചെയ്ത് ഒരു ടീമിൻ്റെ കയ്യിലാന്ന് കണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കോണ്ടാക്റ്റ് ചെയ്ത്. അപ്പം അവരുടെ ഏരിയയിലാണ് ഇപ്പം അല്ലേ. അപ്പം നേരെ പോയി നമ്മളെ വണ്ടി കൊടുക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ശരി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളാന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ വണ്ടി കൊടുക്കാത്തതാണ്, കാരണം നമ്മൾ പറഞ്ഞിട്ടാണ് തന്നിട്ട് ഗൈസ്. നമ്മളെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് എന്തോ എൻ്റെ വണ്ടി തരാമെന്ന് സമ്മതിച്ചിട്ട് തന്നെ ഉണ്ട്. അപ്പം നേരെ ഇനി നമുക്ക് ലൊക്കേഷനിൽ പോയി വണ്ടി എന്താണ് അവസ്ഥയെന്നൊക്കെ ഒന്ന് പോയി നോക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ട് വേണം. നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഷെഡിലേക്ക് എത്താൻ പോവാണ്. അതേ ഷെഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ സൈഡൊക്കെ സ്പോട്ടിൽ മഴ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വണ്ടി നമുക്ക് ഇരുഭാഗത്താക്കി അതവിടെ ഒരു എൻട്രൻസിൻ്റെ ഒരു ഏരിയ ഉണ്ട്, കലയാൻ തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ബസ്സൊക്കെ പൊളിച്ചാണ്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. വർക്ക്ഷോപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്താണ്ട് ഒരു ഏരിയയൊക്കെ നോക്കി നിർത്താണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും അവർ നോക്കിക്കോളും. അപ്പം ഇനി നമുക്ക് നേരെ പോയാണ്ട് വണ്ടി കാണാൻ പോകാം. ബൈക്കിട്ട് നമ്മളെ പയ്യ ക്യാപ്റ്റന് പണ്ട് 2018 ഇറക്കി ക്യാപ്റ്റനാണ് കേട്ടോ ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ ഒരു BMR എടുത്താണ്ട് ഡോൺ ആക്കിയതാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വണ്ടിന്. അത് ഗൈസ് കിടിലമായിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ ഗൈസ് കിടിലം പ്രകാശ് ബോഡിയാണ്. നമ്മൾ പ്രത്യേകം ഇമ്പോർട്ട് ചെയ്ത് ഇറക്കിയ വണ്ടിയാണ് ഗൈസ്. അപ്പം ഇനി ഇതിൽ ആകെ ഒരു എക്സ്ക്യൂസായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് അറിയാം. അപ്പോൾ നല്ല കണ്ടീഷനിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഗ്യാങ്ങിനോട് ഒരു താങ്ക്സ് പറയണം. കാരണം ഈ വണ്ടിനെ ഈ രൂപത്തെ കൊണ്ടുവരുന്നതിന് ഗൈസ്. ഇത് കണ്ടോ, BS3 ആണ് ഗൈസ്. സ്റ്റീറിങ് കണ്ടോ ഗൈസ്, BS3ൻ്റെ സ്റ്റീറിങ് വീലാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ബിസിനിലെല്ലാം വണ്ടി ഇറക്കാം. അപ്പോൾ ബിസിനിലെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മോനെ BS3 നമ്മളെ ചെറുക്കിറങ്ങി വരുന്ന ലുക്ക്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ചെറുക്കനും കൊണ്ട്
നമ്മളെ ഷെഡിക്ക് പോകണം. എന്നിട്ട് നമ്മളെ ലിവറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ചെറുക്കനെ ഇറക്കണം ഗൈസ്. ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, ഇവിടെ സെയിം ആണ് എന്ന ആക്സിഡൻ്റ് ആണ് എന്നാണ് അവർ പറയുന്നത് ഗൈസ്. ഈ കണ്ണൂർ ട്രാഫിക് മോഡ് കഴിഞ്ഞതിന് ശേഷം ഫുൾ ആക്സിഡൻ്റ് ആണ് ഗൈസ്. എന്തായാലും നമുക്ക് വണ്ടി ഇനി ഓടുന്നൊന്ന് കാണാം. കുട്ടിലല്ലോ ഗൈസ്, നമ്മളന്ന് ചെയ്തൊരു വർക്കാണ് ഗൈസ്. കണ്ടോ ഈ സംഭവം ലൈറ്റാണ് ഗൈസ്, അത് നമ്മൾ പ്രത്യേകം ചെയ്യിപ്പിച്ച ലൈറ്റാണ് ഗൈസ്. കണ്ടില്ല ഗൈസ്, ഈ ഒരു അടിയിൽ വെച്ച ലൈറ്റ് നമ്മളെ BS4 ചൈനീസ് ലാമ്പിൻ്റെ ഒക്കെ ലൈറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തത്. എങ്ങനെ കിട്ടില്ലല്ലേ പൊളി. ഓ എന്നാലും നമുക്ക് നേരെ നമ്മളെ ഷെഡിലും വീട്ടിലെത്തിയിട്ട് കാണാം. ഇപ്പം നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ലുക്ക്. ഇനി നമുക്ക് ഇവനെ 2 വർഷം കഴിഞ്ഞിട്ട് കാണാം. ആഴ്ചയായിട്ടുണ്ട് നമ്മളെ വണ്ടി ഷെഡ് വെച്ച് നമ്മളെ ടീംസിനോട് വർക്ക് എടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ വണ്ടി റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മെക്കാനിക്സ് വിളിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെക്കാനിക് ചേട്ടനെ വിളിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്നും തന്നെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കട്ടെ കേസ് എങ്ങനെ ഉണ്ട്. 2 ആഴ്ചയായി കേസ് ഞാൻ വണ്ടി കണ്ടിട്ട്. നമ്മളെ പണ്ടത്തെ ക്യാപ്റ്റനാണ് കേസ്. അപ്പോൾ ഈ വണ്ടി അടുത്ത ട്രിപ്പിന് വേണ്ടി നൈറ്റിന് വേണ്ടി ഇവർ വെച്ചിട്ടുണ്ട് കേസ്. ഇവർക്ക് പെർമിഷൻ കൊടുത്തപ്പോൾ ഫുള്ള് ഇവിടെ തന്നെയാണ് കേസ്. ഏതായാലും നമുക്ക് അത് നോക്കണ്ട, അവരല്ലേ സെറ്റ് ആയിക്കോട്ടെ. നമുക്ക് തന്നെ ഇവിടെ നിൽക്കാം. നമ്മളെ വണ്ടി സീനില്ല കേസ്. എങ്ങനെയുണ്ട്, കിട്ടില്ലല്ലേ? നമ്മൾ സോണിക്ക് എന്നാണ് നമ്മളെ വണ്ടിക്കിട്ട പേര്. അപ്പോൾ അതാ വൈബിന് ചെറിയൊരു മാസ്ക് ഒക്കെ നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാഫിയിൽ നിന്ന് കിട്ടിയ മാസ്കാണ്. ഇൻറ്റീരിയറൊക്കെ ഫുള്ള് ലൈറ്റിൻ്റെ മയമാണെന്ന് പറയാം ഗൈസ്. അപ്പോൾ അത് നമ്മൾ സോണിക്കിൻ്റെ ചെറിയൊരു പിക്ചറൊക്കെ ബാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് നമ്മൾ ആക്കി വെച്ചാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മൾ വണ്ടിയുടെ വർക്ക്. നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറും ക്യാബിനൊക്കെ ഒന്ന് പോയി ഒന്ന് കാണാൻ കേട്ടോ ഗൈസ്. നേരെ ക്യാബിലൊന്ന് കയറി വെക്കട്ടെ ഗൈസ്. കയറിയിട്ടുണ്ട്. ഇതാണ് ക്യാബിൻ്റെ ലുക്ക്. ഒരു PS3ൻ്റെ ലുക്ക് പറയാനായിട്ട് ഗൈസ്, പറയാൻ തന്നെ വേണം. PS3 എന്ന് പറയുമ്പോൾ ഒരു വൈബ് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് വണ്ടിയുടെ ലുക്ക്. നമുക്ക് ഇൻറ്റീരിയർ ക്യാബിൻ നോക്കട്ടെ ഗൈസ്. ഇൻറ്റീരിയറൊന്ന് ഡോർ ഓർക്കട്ടെ ഗൈസ്. അപ്പോൾ ഡോർ ഓർന്നിട്ടുണ്ട്. നേരെ നമുക്ക് ഇൻറ്റീരിയറൊന്ന് പോയി നോക്കണം ഗൈസ്. അപ്പോൾ ഇൻറ്റീരിയറൊന്ന് നോക്കാം. ഇൻറ്റീരിയർ കയറി നോക്കിയിട്ട് വരാം കേട്ടോ. ഇൻറ്റീരിയർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കാമല്ലേ. അപ്പോൾ ഏതായാലും നമ്മൾ ഇൻറ്റീരിയർ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും, ചെരിവൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ വണ്ടി നിൽക്കണം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. നൈറ്റായിട്ടില്ല, അതുകൊണ്ടാണ് വണ്ടി അങ്ങനെ കാണുന്നത്. അപ്പോൾ ഏതായാലും ഇത് നമ്മുടെ TVSൻ്റെ മോഡാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മളെ ക്യാബിൻ. അപ്പോൾ നമ്മളെ ചെറുക്കാനൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് വണ്ടി എങ്ങനെയൊക്കെയാണെന്നല്ലേ. അപ്പോൾ ഇത് മാസ്ക് ഒക്കെ ഗൈസ് കിട്ടിയില്ലല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.